UDF ആവിഷ്കരിച്ച പദ്ധതികൾ പൂർത്തിയാക്കാത്ത MLA ആന്റണി ജോണിന്റെ നിലപാടിലും നിയോജക മണ്ഡലത്തിലെ വികസന മുരടിപ്പിലും പ്രതിഷേധിച്ച് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തി. സമര പ്രഖ്യാപന കൺവെൻഷന്റെ ഉദ്ഘാടനം പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ MLA മോൻസ് ജോസഫ് നിർവഹിച്ചു. കോതമംഗലത്ത് UDF ആവിഷ്കരിച്ച പദ്ധതികൾ പൂർത്തിയാക്കാത്ത MLA ആന്റണി ജോണിന്റെ നിലപാടിലും നിയോജക മണ്ഡലത്തിലെ വികസന മുരടിപ്പിലും പ്രതിഷേധിച്ചാണ് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തിയത്. UDF ആരംഭിച്ച പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ലെന്നു മാത്രമല്ല, പുതിയ പദ്ധതികൾ തുടങ്ങുവാനും MLAക്ക് കഴിഞ്ഞില്ലെന്ന് പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാനും MLAയുമായ മോൻസ് ജോസഫ് കുറ്റപ്പെടുത്തി. പരമാവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ MLAമാർ ഇവിടെ വിജയിച്ചു വരികയും കേരള കോൺഗ്രസിന്റെ MLAമാർ കോതമംഗലത്തിന് വേണ്ടി ഏത് ഗവൺമെന്റ് ഭരിച്ചാലും കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF അധികാരത്തിൽ വരുമ്പോൾ ഈ പദ്ധതികൾ പൂർത്തീകരിക്കുമെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു. AT പൗലോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ പാർട്ടികളിൽ നിന്നും വന്ന 100ഓളം പേർക്ക് മുൻ മന്ത്രി TU കുരുവിള മെമ്പർഷിപ്പ് നൽകി. തങ്കളം കാക്കനാട് പാത, ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം, റിംഗ് റോഡ്, ഭൂതത്താൻകെട്ട് ജലവൈദ്യുതി പദ്ധതി തുടങ്ങി UDF കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തീകരിക്കാത്ത MLAയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് കൺവെൻഷൻ രൂപം നൽകി. ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഷൈൻ P മാങ്കുഴ, ജോമി തെക്കേക്കര, റോയിസ് കറിയ, CK സത്യൻ, റാണിക്കുട്ടി ജോർജ് അമ്പാട്, ബിജു വെട്ടിക്കുഴ, KM എൽദോസ്, ജോണി പുളിന്തടം, ജോസ് കവളമാക്കൽ, ബിനോയ് ജോസഫ്, VP എൽദോസ്, തോമസ് തെക്കേക്കര, മാമച്ചൻ മാങ്ങാട്, ആശ വർഗീസ്, KM ജോർജ്, MP ചന്ദ്രൻ, ലിസി പോൾ, സജി തെക്കേക്കര, ജോസ് തുടുമേൽ എന്നിവർ സംസാരിച്ചു. UDF ഗവൺമെന്റ് തുടക്കം കുറിച്ച കോതമംഗലത്തിൻ്റെ സ്വപ്ന പദ്ധതികളായ തങ്കളം കാക്കനാട് റോഡ്, ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം, പൂത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതി, ടൗൺ റിംഗ് റോഡ് തുടങ്ങിയവയെല്ലാം പണി പൂർത്തിയാക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുന്ന MLAയുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വന്നിരിക്കുകയും MLAയുടെ ഈ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുകയും തുടർന്ന് നിരവധി സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് കേരള കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.